വീണ്ടും സൈബർ ആക്രമണങ്ങളിൽ സോഷ്യൽ മീഡിയ. ക്രിസ്തീയ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തച്ചുടയ്ക്കുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി നോർത്ത് ഇന്ത്യ, നോർത്ത് ബംഗ്ലാദേശ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുടെ നീച പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരിക്കൽ കൂടി ക്രിസ്തീയ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുകയാണ്. മാതാവിന്റെ ചിത്രങ്ങൾ എന്ന പേരുള്ള 2 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഇബ്ന ഖാൻ മുന്ന എന്ന് പേരിട്ടിരിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ട് വഴിയാണ് ഗ്രൂപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരവധി പേരടങ്ങുന്ന ഗ്രൂപ്പിൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതിനാൽ അവരുടെ അക്കൗണ്ട് വരെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുക്കുടുംബം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പും ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ആ ഗ്രൂപ്പ് തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തിയതിനെ തുടർന്ന് തിരിച്ചുപിടിക്കാനും സാധിച്ചിരുന്നു. എന്നാൽ തുടർന്നും വ്യാജ അക്കൗണ്ടുകൾ വഴി ക്രിസ്തീയ ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്യപ്പെടുകയാണ്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രൂപ്പുകളുടെ അഡ്മിനുകൾ. സൈബർ ലോകത്ത് സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന ഇത്തരം ശക്തികളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ മീഡിയ കമ്മീഷൻ അംഗമായ ക്ലിന്റൺ ഡാമിയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നുഴഞ്ഞുകയറി അക്കൗണ്ട് ഹാക്ക് ചെയ്യുവാൻ തുടർച്ചയായി നടക്കുന്ന ശ്രമങ്ങളുടെ പിന്നിൽ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഈ വിഷയം കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഒപ്പം തന്നെ തിരുസഭാധികാരികളുടെ ശ്രദ്ധയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.